6 വർഷം മിക്ക സ്ഥലങ്ങളിലും MBBS പ്രോഗ്രാം 6 വർഷം പ്ലസ് ഞാനൊരു എക്സാം എഴുതി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഒരു 6.5 വർഷം എടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? FMG എക്സാം എഴുതണം. FMG എക്സാം എഴുതി 20% മാത്രം പാസ് റേറ്റ് ഉള്ള ഒരു എക്സാമാണ് എഴുതുന്നത്. എന്നാലും 2 അറ്റംപ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. 1 വർഷം അതിന് 7.5 വർഷം. എന്നിട്ട് ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടാൻ 4 to 6 മാസത്തിലധികം വരെ കുട്ടികൾ വെയിറ്റ് ചെയ്യും. 8 വർഷമായി. 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം 9 വർഷമായി. 5.5 വർഷം കൊണ്ട് ഇവിടെ കിട്ടുന്ന ഡിഗ്രിയാണ് 9 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത് ആളുകൾ അൾട്ടിമേറ്റ്ലി നേടിയെടുക്കുന്നത്. ഇതിൽ വേറൊരു സ്കൂൾ പറഞ്ഞുതരാം. ഇന്ത്യയിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒരു പുതിയ നിയമമാണ് ഈ ഒരു ഫുൾ പ്രോസസ്സ്. അതിന് ഇന്ത്യയിലെ ഒരാൾക്ക് ലൈസൻസ് കിട്ടാനുള്ള പ്രോസസ്സ് അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവരുടെ ഡിഗ്രി ഇൻവാലിഡ് ആയി. അതായത് 3-4 വർഷം തോറ്റിരിക്കുക എന്നുള്ളത് ഇന്ത്യയിലും പ്രാക്ടിക്കൽ അല്ല. ഇവരെ ഡിഗ്രി ഇൻവാലിഡ് ആയി. ഇതാണ് ഇവരെടുക്കുന്ന ഒന്നാമത്തെ റിസ്ക്. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി, താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറഞ്ഞ സമർഖണ്ഡും ബുഖാറയും താഷ്കന്റും ഒക്കെ. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ദാറ്റ് സ്റ്റുഡൻസ് ആർ അഡ്മിറ്റഡ് ബിയോണ്ട് ദ ഇൻടേക്ക് കപ്പാസിറ്റി ഓഫ് ദ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോംപ്രമൈസിംഗ് ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ആളുകളെ കൂടുതൽ എടുക്കുക, ആളുകളെ ഒരു പരിധിയിൽ കൂടുതൽ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എപ്പോഴും ഉസ്ബെക്കിസ്ഥാനിലോട്ട് ആളുകൾ ഒഴുക്ക് തുറന്നത് ഉക്രൈൻ വാറിന് ശേഷം. അതുപോലെ നമ്മൾ ചൈന, റഷ്യ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ചൈനക്കും റഷ്യക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ജോർജിയയിൽ പോകുകയാണെങ്കിൽ ജോർജിയയിലുള്ള വലിയൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ജോർജിയയിൽ 6 വർഷം MBBS കഴിഞ്ഞ ആളെ ജൂനിയർ ഡോക്ടറായിട്ടാണ് പരിഗണിക്കുന്നത്. ജൂനിയർ ഡോക്ടർക്ക് ഞാൻ ജോർജിയൻ മെഡിക്കൽ ലോ ഫുള്ള് വായിച്ചതാണ്. ജൂനിയർ ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ അധികാരമില്ല. അൺലെസ് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ വരുന്ന വേറെ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ വരെ അവർക്ക് മരുന്ന് എഴുതാൻ അവകാശമില്ല. അവിടുത്തെ ഒരാൾ ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടറായി മാറണം എന്നുണ്ടെങ്കിൽ അയാൾ 3 വർഷത്തെ PG കൂടി ചെയ്യണം. ഈ FMG എഴുതി ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളും അല്ലെങ്കിൽ FMG എഴുതി ക്വാളിഫൈ ചെയ്ത് ഇപ്പോഴും ഇന്റേൺഷിപ്പ് കിട്ടാത്ത കുട്ടികൾ എന്താ ചെയ്യണത്? അവർ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ കാഷ്വാലിറ്റികളിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഒന്നായിട്ടുള്ള ഒറാക്കിൾ ഒറ്റ ദിവസം രാവിലെ 6 മണിക്ക് മെയിൽ അയക്കുകയാണ് യു ആർ ഫയർഡ്. 30,000 ആളുകൾക്ക്, അതിൽ 12,000 ആളുകൾ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ ഒരു വാഴ 2 എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാഷിറിന് ഭയങ്കര പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ട്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 2020 ശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു 2018, 19, 20 ശേഷമായിട്ട് വലിയൊരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഭയങ്കര ആശ്ചര്യപൂർവ്വമാണ് നോക്കിക്കണ്ടതെന്നതിൽ ഇപ്പം അതൊരു സാധാരണ പോലെയാണ് അധികാരികളും വിദേശത്ത് പോകുന്നതൊക്കെ കാണുന്നത്. എങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് കൃത്യമായിട്ടും പറയുന്ന ഒരാളാണ് താങ്കൾ. സ്വാഭാവികമായിട്ടും താങ്കൾ ഇത് 1-2 വർഷമായിട്ട് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിന് ശേഷമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ആ പോകുന്നതിൽ ശ്രദ്ധിക്കാൻ ആളുകൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ നന്നായിരുന്നു ആദ്യമായിട്ട്. യെസ്, ഏതൊരു ഇപ്പോൾ നമ്മൾ ജനറലി ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് ഡിഗ്രി എടുത്താലും അവിടെയൊക്കെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടാവും. അത് ഓരോ സമയത്തും ഓരോന്നായിരിക്കും. ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്തോട്ട് ഞാനൊരു 2009 12th കഴിഞ്ഞ ഒരാളാണ്. ആ സമയത്തൊക്കെയുള്ളൊരു ട്രെൻഡ് എന്നുള്ളൊരു IT ബൂമൊക്കെ വരുന്നൊരു സമയത്ത് എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോവുക. അന്നാണ് കേരളത്തിൽ ഇത്രയധികം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നതും. പിന്നെ തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടൊക്കെ ആളുകൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കോയമ്പത്തൂർ, സേലം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോയത്. അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. എല്ലാത്തിനും ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ അതിലോട്ട് ആദ്യം മൂവ് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതിന് പിന്നിൽ വരുന്ന ആളുകൾക്ക്, അത് ട്രെൻഡ് കണ്ടുവരുന്ന ആളുകൾക്ക് അത്ര അഡ്വാൻറ്റേജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. വിദേശത്ത് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ടുണ്ട്. കാരണം മുമ്പൊക്കെ UK ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോയിരുന്ന ആ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവിടെയൊക്കെ ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷനാണ്. അവിടെ ഒരു ബ്ലൂ കോളർ, വൈറ്റ് കോളർ ജോബ് ചെയ്യാൻ ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പോകുന്നു. അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടാവുന്ന ഒരു അവസ്ഥ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പോകുന്ന ആളുകൾക്ക് എന്തില്ല? അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അത്ര ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇമിഗ്രേഷനെതിരെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇടക്കാലത്ത് പോയ ആളുകൾ ഒന്ന് കുടുങ്ങിപ്പോയിട്ടുള്ള അവസ്ഥയും ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്നു. ഇത് വ്യത്യസ്തങ്ങളായിട്ട് നമ്മളിനി ഏത് കോഴ്സ് എടുത്ത് നോക്കിയാലും ഈ ഒരു ട്രെൻഡ് നമുക്ക് ജനറലി കാണാൻ പറ്റും. വിദേശത്ത് പോകുന്നത് മാത്രമല്ല, വിദേശത്ത് പോകുമ്പോഴുള്ള പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കുറേ നിയമപരമായിട്ടുള്ള റെഗുലേഷൻസ്, മറ്റു കാര്യങ്ങൾ, നമ്മൾ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ കുട്ടികൾ കൂടുതൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രെൻഡുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.
സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇവിടെ ഒരു പ്രാവശ്യം എൻട്രൻസ് എഴുതുന്നു, കിട്ടുന്നില്ല, വീണ്ടും വീണ്ടും എൻട്രൻസ് ചെയ്യുന്നു, 2-3 വർഷം എൻട്രൻസ് എഴുതുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ടെസ്റ്റിലോ അല്ലെങ്കിൽ കേരളത്തിലെ ടെസ്റ്റിലോ അവർക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ഉള്ള ഒരു മാർക്ക് ലഭിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അപ്പോഴായിരിക്കും അവർ പുറത്തു പോയിട്ട് പഠിക്കാനുള്ളത് ചിന്തിക്കുന്നത്. എന്തായിരിക്കും ആദ്യമായിട്ട് പുറത്തു പോയി പഠിക്കണമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥിയും അവിടെ രക്ഷിതാക്കളും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇവിടെ മെഡിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഞാൻ കുറച്ച് മാറുകയാണ്. കാരണം മെഡിക്കൽ സിസ്റ്റം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മെഡിക്കൽ സിസ്റ്റം എന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷനെ പോലെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ബിടെക് എടുക്കാൻ പോയി പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഞാൻ ബിടെക് പകുതി വെച്ച് ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ചാൽ എനിക്കൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഒരു MBA പോയി, ഞാനത് ഫുള്ളാക്കിയില്ല, എന്നാലും എനിക്കെന്ത് ചെയ്യാം, ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാം, എനിക്ക് ആ സബ്ജക്റ്റ് നോളജ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മെഡിസിൻ അങ്ങനെയാണോ? ആരെങ്കിലും MBBS പകുതി വെച്ച് നിർത്തി പോയാൽ അവൻ ആ സബ്ജക്റ്റ് നോളജ് ഉണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് നമുക്ക് രോഗമായിട്ട് പോകാൻ പറ്റൂല. കാരണം എന്താ, ഒരു മെഡിക്കൽ സിസ്റ്റം എന്നുള്ളത് ആ നാട്ടിലെ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മെഡിസിൻ, ലോ, ഈ 2 വിഷയങ്ങൾക്കുള്ള ഈ 2 സബ്ജക്ട്സ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ കാര്യമാണ് ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദുബായ് പഠിച്ച ഒരാൾക്ക്, ദുബായിൽ മെഡിസിൻ പഠിച്ച ഒരാൾക്ക് ഇവിടെ ഒന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് ഇവിടുത്തെ കൾച്ചർ അറിയണം, അയാൾക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയണം. ഇതൊന്നും അറിയാതെ അയാളെ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടുത്തെ മെഡിക്കൽ കമ്മീഷൻസ് എന്ത് ചെയ്യില്ല, നമ്മുടെ നിയമങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് മെഡിസിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു എൻഡ് ഗോൾ എന്താണ്, അതായത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ടാണ് ഈ മെഡിസിൻ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റാണ് പിന്നെ ആളുകൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇത് നിശ്ചയിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട റൂളിങ്സ് കൊണ്ടുവരുന്നത് 2021 നവംബറിലാണ്. ഈ 2021 നവംബറിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ പോകുന്ന കോഴ്സ് 54 മാസം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. എന്തുകൊണ്ട് 54 മാസം? ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സ് നമുക്കറിയാം 4.5 വർഷമാണ്. അതായത് 54 മാസമാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സ്, പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ 54 മാസം കോഴ്സ് ദൈർഘ്യം വേണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കണം, റൈറ്റ്? മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ അവിടെ നിന്ന് അതിന് ശേഷം നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അതേ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് മെഡിസിൻ പ്രാക്ടീസ് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കുള്ള ക്ലിനിക്കൽ പോസ്റ്റിംഗ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ ഏത് രാജ്യത്താണോ നിങ്ങൾ MBBS പഠിക്കുന്നത്, ഇതാണ് ഇതിലെ കുറച്ച് ട്രിക്കിയർ ആയിട്ടുള്ള ഭാഗം. നിങ്ങൾ ഏത് ഭാഗത്താണോ MBBS പഠിക്കുന്നത്, അത് കൃത്യമായിട്ട് ഞാനൊന്ന് വായിച്ചു തരാം. രജിസ്റ്റേർഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് competent to grant license to practice medicine in their respective jurisdiction of the country in which the medical degree is awarded and at par with the license to practice medicine given to citizen of that country. കുറച്ച് കോംപ്ലക്സ് ആണ്. അതായത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നത് അവിടെയുള്ള ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉണ്ടാവില്ല, ഡോക്ടർമാരെ ലൈസൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഒരു ബോഡി. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ കമ്മീഷൻ, സ്റ്റേറ്റ് മെഡിക്കൽ കമ്മീഷൻസ് ഉണ്ട്, അവരുടെ രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബോഡിയിൽ എന്ത് വേണം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ലഭിക്കണം. എന്ന് മാത്രമല്ല, അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, അവിടെ അറ്റ് പാർ വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗിവൺ ടു ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്ത് ഒരാൾ പഠിക്കുകയാണ് മെഡിസിൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടാൻ എന്താണോ വേണ്ടത് അതേ ക്രൈറ്റീരിയ ഇവിടുന്ന് അവിടെ പോയി പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റലി ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ലൈസൻസ് നേടണം അല്ലെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ നേടണം. അതിനുശേഷം ഇവിടെ വന്നിട്ട് FMG എന്ന് പറയുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്ന എക്സാം ഉണ്ട്. FMG എഴുതണം. FMGയുടെ പാസ് റേറ്റ് അറൗണ്ട് ഓൺ ആവറേജ് നമുക്ക് 20% മാത്രം പാസ് റേറ്റ് ഉള്ള ഒരു പരീക്ഷയാണ് FMG എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. ആ FMG എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും മെഡിക്കൽ ബോർഡാണ് എക്സാം നടത്തുന്നത്. അതെ, അത് നമ്മുടെ നാഷണൽ ബോർഡ് നടത്തുന്ന NMC ആണെന്ന് തോന്നുന്നു എനിക്ക് നടത്തിയിട്ട്. കൃത്യമായ ഏത് ബോഡിയാണെന്നുള്ളത് NBA ആണോ NMC ആണോ എന്നുള്ളത് നോക്കണം.
എന്തായാലും അത് കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്തിട്ട് ഇവിടെ വീണ്ടും 1 വർഷം ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ ഒന്നുകൂടി ചെയ്യണം. അതിനുശേഷമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മെഡിസിന് പോകേണ്ടത് എന്നുള്ളതാണ്. വേറൊരു കോഴ്സിനും ഇത്ര ഒരു പ്രശ്നമില്ല. മെഡിസിനാണ് എന്തുള്ളത് ഇത്രയും പ്രശ്നമുള്ളത്. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിലേറ്റവും റിസ്കി ആയിട്ടുള്ള സംഭവം എനിക്ക് തോന്നുന്നത്, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 നവംബറിലാണ് നിയമം വന്നിട്ടുള്ളത്. അതായത് 2022 പോയ ആളുകൾക്കാണ് ഇത് അപ്ലിക്കബിൾ ആവുക. 2022 പോയ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർ 6 വർഷത്തെ MBBS കോഴ്സാണ് പല സ്ഥലങ്ങളിലുള്ളത്. അതായത് 2027 എൻഡിലോ 2028 ആയിരിക്കും എന്ത് ചെയ്യുക ഈ കുട്ടികൾ തിരിച്ചു വരിക. അപ്പൊ നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ചൈനയിൽ പഠിച്ച ഡോക്ടറെയും റഷ്യയിൽ പഠിച്ച ഡോക്ടറെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. കാരണം ഈ രജിസ്ട്രേഷൻ വേണം, ഇത്തരം നിയമങ്ങൾ എന്തില്ലായിരുന്നു, അന്നില്ലായിരുന്നു. അവരന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഏതൊക്കെ രാജ്യങ്ങൾ നൽകുന്നുണ്ട്, ഈ രാജ്യങ്ങൾ നൽകുന്ന രജിസ്ട്രേഷൻ നമുക്ക് മതിയാവുന്നതാണോ എന്നുള്ളതൊക്കെ വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അത് ഇന്ത്യയിലെ മെഡിക്കൽ, ഇപ്പോൾ ഇന്ത്യയിലെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ പാസ്സാവണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അവിടുത്തെ റെഗുലേറ്ററി ബോഡിയുടെ, അപ്പൊ അതോടുകൂടി അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ കൂടി എന്ത് ചെയ്തു ഈ കുട്ടികൾ വന്നു എന്നുള്ളതാണ്. ഈ റിസ്ക് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മേജർ പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഉസ്ബെക്കിസ്ഥാനാണ് താങ്കൾ ഈ അടുത്തതായിട്ട് പോസ്റ്റ് ഇട്ടതിൽ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്? വിദ്യാർത്ഥികൾ പിന്നെ പോയി പഠിക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും മെഡിക്കൽ പിന്നെ എക്സാമുകളാണ് തോന്നുന്നത്? ഇത് റിസ്ക് എന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതായത് ഇതിലെല്ലാത്തിലും എന്തുണ്ട്, വലിയ റിസ്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ രാജ്യത്തും നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം എന്തിനാണ് നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്, മെഡിസിൻ വിദേശത്ത് പഠിക്കാൻ പോകുന്ന റീസൺ എന്താണ്? ഒന്നാമതായിട്ട് അവിടെ ഫീസ് കുറവാണ്. അതായത് ഇവിടെ നീറ്റ് പരീക്ഷ എഴുതി മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൽ 8 ലക്ഷം രൂപ ഒരു വർഷം ഫീസ് കൊടുക്കണം. അതായത് 5 വർഷത്തോട്ട് 40 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. പ്ലസ് ഹോസ്റ്റൽ ഫീസ് ഒക്കെ 50 ലക്ഷം ആവും. അവിടെ 40 ലക്ഷം. പിന്നെ ഇവിടെ കിട്ടാൻ ഭയങ്കര പണിയാണെന്നാണ്. കിട്ടാൻ പണി ഞാൻ പറഞ്ഞത്, പ്രൈവറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ, അതായത് ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ എന്തായാലും പ്രയാസമാണ്. പ്രൈവറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ എന്ത് വേണം, നമുക്കൊരു 40 ലക്ഷം രൂപ പ്രൈവറ്റ് സീറ്റ് നമുക്ക് മെറിറ്റിൽ കിട്ടണമെങ്കിൽ വേണം. അതിപ്പോൾ ഒരു 50 ലക്ഷം രൂപ 55 ലക്ഷം രൂപയുടെ ഹോസ്റ്റലൊക്കെ അടക്കാവും. അവിടെ എല്ലാം അടക്കം ഒരു 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 45 ലക്ഷം രൂപ തീരും എന്നുള്ളൊരു ധാരണയിലാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ പോകുന്നത്. പക്ഷെ ഒന്ന് ഇതിന് ഇത് നമ്മൾ എടുക്കുന്ന റിസ്ക് എന്താണ്? ഇവിടെ 5.5 വർഷം അയാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എക്സിറ്റ് എക്സാം ഇല്ല, ഇവർ MBBS പാസ്സായാൽ ഇവർ ഡോക്ടേഴ്സാണ്. 5.5 വർഷം കൊണ്ട് എന്തായാലും എന്ത് ചെയ്യും, നന്നായി പഠിക്കുന്ന ഒരാൾക്ക് ഇവിടെ MBBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുക. നിയമപരമായ കുറിക്കുകളൊക്കെ തൽക്കാലം അവിടെ നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. 6 വർഷം മിക്ക സ്ഥലങ്ങളിലും MBBS പ്രോഗ്രാം ഉണ്ട്. 6 വർഷം പ്ലസ് ഞാനൊരു എക്സാം എഴുതി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു 6.5 വർഷം എടുക്കുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, FMG എക്സാം എഴുതണം. FMG എക്സാം എഴുതി 20% മാത്രം പാസ് റേറ്റ് ഉള്ള ഒരു എക്സാമാണ് എഴുതുന്നത്. എന്നാലും 2 അറ്റംപ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 1 വർഷം അതിന് 7.5 വർഷം. എന്നിട്ട് ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടാൻ 4 to 6 മാസത്തിലധികം വരെ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 8 വർഷമായി. 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം. 9 വർഷമായി. 5.5 വർഷം കൊണ്ട് ഇവിടെ കിട്ടുന്ന ഡിഗ്രിയാണ് 9 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത് ആളുകൾ അൾട്ടിമേറ്റ്ലി നേടിയെടുക്കുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ആളുകൾ പലപ്പോഴും റിയലൈസ് ചെയ്യില്ല. ഒരാളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പണത്തേക്കാൾ അധികം സമയമാണ്. ഈ 5.5 വർഷം കൊണ്ട് കോഴ്സ് തീർന്നിരുന്നെങ്കിൽ ഏത് കോഴ്സ് ആവട്ടെ, ഇനിയൊരു 3.5 വർഷം കൊണ്ട് അയാളുടെ ഏർണിംഗ് കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റിസ്ക് എന്നുള്ളത്. ഇതിൽ വേറെ റിസ്ക് കൂടി പറഞ്ഞുതരാം. ഇന്ത്യയിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒരു പുതിയ നിയമമാണ് ഈ ഒരു ഫുൾ പ്രോസസ്സ്. അതിന് ഇന്ത്യയിലെ ഒരാൾക്ക് ലൈസൻസ് കിട്ടാനുള്ള പ്രോസസ്സ് അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവരുടെ ഡിഗ്രി ഇൻവാലിഡ് ആയി പോകും. അതായത് ഒരു 3-4 വർഷം തോറ്റിരിക്കുക എന്നുള്ളത് ഇന്ത്യയിലും പ്രാക്ടിക്കൽ അല്ല. ഇവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, MBBS ഡിഗ്രി കിട്ടൂല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ടൈം ലൈനിൽ ഓൾറെഡി നമ്മളൊരു ബ്രിങ്കിൽ 8 to 9 years എടുക്കും. ഈ ബ്രിങ്കിലൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വർഷത്തിന്റെ വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യില്ല, ഇവരെ ഡിഗ്രി ഇൻവാലിഡ് ആയി പോകും. ഇതാണ് ഇവരെടുക്കുന്ന ഒന്നാമത്തെ റിസ്ക് എന്നുള്ളത്. രണ്ടാമത്തത്, ഈ പല രാജ്യങ്ങളിലും പോകുന്ന രാജ്യങ്ങളിലുള്ള നിയമങ്ങളിലുള്ള അവ്യക്തതയാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് NMC എന്ത് ചെയ്യാണ്, ഒരു സർക്കുലർ
കൊടുക്കുകയാണ്. അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാണ്, ദിസ് അലേർട്ട് ഈസ് ബീങ് ഇഷ്യൂഡ് സ്പെസിഫിക്കലി ഇൻ റിലേഷൻ ടു അഡ്മിഷൻ സോട്ട് ബൈ ഇന്ത്യൻ നാഷണൽസ് ഇൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ കോളേജസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ, നെയിംലി ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി, താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറഞ്ഞ സമർഖണ്ഡും ബുഖാറയും താഷ്കന്റും ഒക്കെ. അപ്പൊ ഇവിടെ എന്താ പറയാ, ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, report that students are admitted beyond the intake capacity of the medical institute, compromising the quality of medical education. ആളുകളെ കൂടുതൽ എടുക്കുകയാണ്, ആളുകളെ ഒരു പരിധിയിൽ കൂടുതൽ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴാണ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് ആളുകൾ ഒഴുക്ക് തുടങ്ങിയത്? ഉക്രൈൻ വാറിന് ശേഷമാണ്. അതുപോലെ നമ്മൾ ചൈന, റഷ്യ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ചൈനക്കും റഷ്യക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യത്ത് എത്ര ഡോക്ടർമാരെ വേണം? അപ്പോൾ അവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ UK വന്ന പ്രശ്നം അതാണ്. ആദ്യം ആളുകൾ കുറച്ച് കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റീസ് പോയി. അപ്പൊ ഇത് കുഴപ്പമില്ലാന്ന് അവിടുത്തെ ആൾക്കാർക്ക് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു? ഇന്ത്യക്കാർക്ക് വേണ്ടി പുതിയ യൂണിവേഴ്സിറ്റീസ് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതേ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലും നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലും നടക്കുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ ഓരോന്നിലും റിസ്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ആളുകൾക്കുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന് എനിക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മൾ നോക്കേണ്ടത് ആ രാജ്യത്ത് ലൈസൻസ് കിട്ടാനുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്. ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. ഇപ്പോൾ ഒരു കാലത്ത് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാന്റെ കാര്യമൊക്കെ. കാരണം എനിക്കറിയില്ല ഉസ്ബെക്കിസ്ഥാനിൽ എങ്ങനെ ഒരാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്നുള്ളത്. കാരണം ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ പോലും ഫുൾ എന്താണ് ഉസ്ബെക്ക് ഭാഷയിലാണ്. നമുക്കൊരു എന്തില്ല, നമുക്ക് റെഫർ ചെയ്യാൻ ഒരു ഡോക്യുമെന്റ് ഇല്ല. ഓക്കെ. ഉസ്ബെക്കിസ്ഥാൻ അവിടെ എന്നോട് പല ആൾക്കാരും എന്താണ് പ്രൈവറ്റ് കോൺവെർസേഷൻസിൽ പറഞ്ഞിട്ടുള്ളത്, ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്ന, ബുക്ക് മാത്രം ഇംഗ്ലീഷിലുള്ളൂ, പഠിപ്പിക്കാൻ ഇംഗ്ലീഷിൽ എന്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആർക്കും അറിയില്ല എന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ആയിരിക്കും, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മുടെ നാട്ടിലല്ലേ, നമ്മളൊരു കൊളോണിയൽ ഒരു ഇതിൽ നിന്ന് വന്നതുകൊണ്ടല്ലേ നമുക്ക് എന്തുള്ളത് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ എത്ര ഉള്ളത്. ചൈനയിൽ ഇംഗ്ലീഷ് ഇത്ര സംസാരിക്കണ്ടോ? എന്തുകൊണ്ടാണ് ചൈനയിലെ ആളുകൾ ഇപ്പൊ MBBS പോകാത്തത്? ഇംഗ്ലീഷിലല്ലേ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചൈനയിൽ അവരെ ഭാഷയിലാണ് സംസാരിക്കുക, ജർമ്മനിയിൽ അവരവരുടെ ഭാഷയിലാണ് സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുക എന്നുള്ളത് അല്ലേ. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ രാജ്യത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. കാരണം അവർക്ക് അതിന് നീഡില്ല. ഇപ്പോൾ ഞാൻ പല ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഇപ്പോൾ പഠിച്ച് ജസ്റ്റ് കഴിഞ്ഞ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പല കുട്ടികളെയും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ വലിയ കൺസേൺസ് എന്തുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കിട്ടുമോ ഇല്ലയോ, രജിസ്ട്രേഷൻ കിട്ടുമെന്ന് പറയുന്നവരുണ്ട്, രജിസ്ട്രേഷൻ കിട്ടൂല എന്നുള്ള ഇമെയിൽ കോൺവെർസേഷൻ അവരുടെ എംബസി തന്നെ അയച്ചതുണ്ട്, എന്നാൽ കിട്ടും എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഇതിന്റെ കുറേ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ റഷ്യയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, റഷ്യയിൽ ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ റഷ്യൻ ഭാഷയിലുള്ള ടെസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പാസ്സാവേണ്ടതുണ്ട്. അത് പാസ്സായാലാണ് റഷ്യയിൽ ലൈസൻസ് ലഭിക്കുക. നിങ്ങൾ ജോർജിയയിൽ പോകുകയാണെങ്കിൽ, ജോർജിയയിലുള്ള വലിയൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ജോർജിയയിൽ 6 വർഷം MBBS കഴിഞ്ഞ ആളെ ജൂനിയർ ഡോക്ടറായിട്ടാണ് പരിഗണിക്കുക. ജൂനിയർ ഡോക്ടർക്ക്, ഞാൻ ജോർജിയൻ മെഡിക്കൽ ലോ ഫുള്ള് വായിച്ചതാണ്, ജൂനിയർ ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ അധികാരമില്ല. അൺലെസ് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ വരുന്ന വേറെ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ വരെ അവർക്ക് മരുന്ന് എഴുതാൻ അവകാശമില്ല. റൈറ്റ്. അവിടുത്തെ ഒരാൾ ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടറായി മാറണം എന്നുണ്ടെങ്കിൽ അയാൾ 3 വർഷത്തെ PG കൂടി ചെയ്യണം. 3 വർഷത്തെ PG ജോർജിയൻ ഭാഷയിലാണ്. ഒരു ഇന്ത്യക്കാരൻ ഇതുവരെ അവിടെ ചെയ്തതായിട്ട് നമുക്കാർക്കും അറിവില്ല. അപ്പോൾ 9 വർഷമായി. 9 വർഷം കഴിഞ്ഞിട്ട് നേരത്തെ വന്ന പോലെ ഇവിടുത്തെ ഒരു 10 വർഷത്തെ കട്ട് ഓഫ് എന്തായാലും അയാൾക്ക് പാലിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജൂനിയർ ഡോക്ടറെ NMC ഇതൊരു ലൈസൻസ് ആയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ, നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ അവരുടെ അംഗത്വം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഇതെടുക്കുമോ എന്നുള്ളത് എന്താണ് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം 2028 കിട്ടാൻ പോകുന്നുള്ളൂ. ഇപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഈജിപ്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈജിപ്തിൽ 5 വർഷത്തെ MBBS പഠനത്തിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സിറ്റിസൺസിന് ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് 7 വർഷമായി. ആ 7 വർഷത്തെ കഴിഞ്ഞ് അവിടുത്തെ ഒരു എക്സാം പാസ്സായിട്ട് വേണം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ, FMG എക്സാം എഴുതാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ബാക്കി രാജ്യങ്ങളിൽ വല്ല കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ എനിക്കറിയില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് ഒന്നും എന്തല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ അല്ല. ഏജൻസീസ് പറയുന്നത് വിശ്വസിച്ച് ആളുകൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തത്, അപ്പോൾ ഇത് നമ്മൾ ആ രാജ്യത്തെ നിയമം കൃത്യമായി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു റിസ്ക് വരാൻ സാധ്യതയുള്ള ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിലാണ്. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോർജിയയിലൊക്കെ സിലബസ് നമ്മൾ പരിശോധിക്കും, 6 വർഷത്തെ കോഴ്സാണ്. 6 വർഷത്തെ കോഴ്സ്, അതിൽ ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4.5 വർഷം MBBS പാസ്സായിട്ടാണ് അയാളെ ഇന്റേൺഷിപ്പിന് കയറ്റുക. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവിടെ 3rd ഇയർ മുതലേ ഇന്റേൺഷിപ്പ് തുടങ്ങും. അടുത്തൊരു സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ആ സിസ്റ്റം, അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയാണ്. ഇതിനെന്ത് ചെയ്യുന്നില്ല,
NMC പറയുന്നുണ്ട്, ക്ലിയർലി പറയുന്നുണ്ട്, ഇത് സെപ്പറേറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ക്ലിയർലി പറയുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾ 6 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കൂടി ഇന്റേൺഷിപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എന്തുണ്ട്, പ്രശ്നമുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലും കരിക്കുലം നോക്കുമ്പോൾ ഇതേ പ്രശ്നമുണ്ട്. ഈ കരിക്കുലം നോക്കാൻ വേണ്ടി പാരൻസ് ശ്രദ്ധിക്കണം. അപ്പം ഇത് ഇത്രയും കുറച്ചധികം തലവേദനകളുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് പിന്നെ വിദ്യാർത്ഥികളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും അന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പഠിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലേക്കും മറ്റുമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഗവൺമെന്റിന് കൃത്യമായിട്ടും അറിയാനും സാധ്യതയുണ്ട്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഏത് രൂപത്തിലുള്ള നടപടികളാണ് എടുത്തിട്ടുണ്ടാവുക? ഇതിൽ അൾട്ടിമേറ്റ്ലി NMC കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണല്ലോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. മുൻപത്തെ ബോഡി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത് ചെയ്തിരുന്നത്. അവർ കൃത്യമായി പറഞ്ഞിരുന്നത് ഇന്നെന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോവാം, ഇന്നെന്ന മെഡിക്കൽ കോളേജസ് MCI അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ കോളേജാണ് നിങ്ങൾക്ക് പോകാം. NMC വന്നതിന് ശേഷം സംഭവിച്ചത് എന്താ വെച്ചാൽ NMC പറഞ്ഞു ഈ റൂൾസ് ഉണ്ട്, ഈ റൂൾസ് പാലിക്കോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. NMCയോട് ആവർത്തിച്ച് നമ്മൾ പല കാര്യങ്ങളും NMCയോട് ഈ വിഷയത്തിൽ ഒരുപാട് RTI ഫയൽ ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാത്തിലും NMC പറയുന്നത് ഈ ഗൈഡ് ലൈൻസ് ഉണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ പോകണമെന്ന് പറയുന്നില്ല, നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നില്ല, ഈ റൂൾസ് നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ വന്ന ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റീസിനെ വളരെ സ്പെസിഫൈ ചെയ്ത് NMC പറഞ്ഞത് വരെ എനിക്ക് തോന്നുന്നത് അത് NMCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇവർ വിമർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. പേഴ്സണലി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം കൺസേൺസ് എന്ത് ചെയ്തു, കുട്ടികളെ സൈഡിൽ നിന്ന് റേസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് NMC അങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗത്തുള്ള ഒരു എന്താ പറയുക, ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള അത്രയധികം ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് ഉള്ളത് എന്നുണ്ട്. രണ്ടാമത് ഈ കുട്ടികൾ ശരിക്ക് ഇനിയിപ്പോൾ ഇവിടെ പോയി വരുന്ന കുട്ടികൾ, അതായത് 2021 മുമ്പ് പോയപ്പോൾ 2020 പോയ കുട്ടികൾ ഇപ്പോൾ 19 20 പോയ കുട്ടികൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരനുഭവിക്കുന്ന വലിയൊരു ക്രൈസിസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് FMG എക്സാമിന് എഴുതി ക്വാളിഫൈ ചെയ്താലും ഇവർക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കണമല്ലോ, അത് ഗവൺമെൻറ് കൊടുക്കണം. അത് അവർക്ക് കിട്ടുന്നില്ല. പ്രോബ്ലി ഗവൺമെൻറ്റിന് അതിനുള്ള സീറ്റ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഫണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് പല ആളുകൾക്കും 6 മാസം 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെഗുലേഷൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിനെ നേരത്തെ തന്നെ അത് കണ്ടറിഞ്ഞിട്ട്, എസ്പെഷ്യലി ഒരു മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാൻ പറഞ്ഞ പോലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഡോക്ടർമാർ ഉണ്ടായാലും പ്രശ്നമാണ്. ഇതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല. ആ സമയത്ത് നമ്മളൊരു ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് അടക്കം ഇതിന് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ സ്വാഭാവികമായിട്ടും ഇവർ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നത്, ഒരു ഡോക്ടറായിട്ട് തിരിച്ചു വരുന്നത് ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇവർക്ക് എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളത് അവർ പഠിച്ചിട്ടാണ് അവർ പോകുന്നത്. പ്രത്യേകിച്ചിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എത്രത്തോളം സാധ്യതകൾ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെന്നെ ഇവിടെ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവരുണ്ട്, പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഒരു നാട്ടിൽ ജനറലി എന്താ പറയുക, ഇത്ര രോഗികൾക്ക് ഇത്ര ഡോക്ടർ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടാവണം നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് MBBSനോട് ഒരു വലിയൊരു ക്രേസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. കാരണം ഇതൊരു സോഷ്യൽ, ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു ആസ്പെക്റ്റ് കൂടി ഈ ഒരു കരിയറിനുണ്ട് എന്നുള്ളതാണ്. പല പാരൻസിനും തങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത തങ്ങളുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ MBBSലൂടെയൊക്കെ അവർ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ ഇത് ആക്ച്വലി എത്രത്തോളം ഒരു നല്ലൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ആ സൊസൈറ്റി ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ പല സ്പെഷ്യാലിറ്റീസ് വരെ സാച്ചുറേറ്റഡ് ആണ്. പല സ്പെഷ്യാലിറ്റീസിൽ പോലും ആളുകൾ കൂടുതലാണ്. അപ്പോൾ ഒരു MBBSകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ജീവിച്ചു പോകാനുള്ള വകയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരു ഡോക്ടർ ഒരു വലിയൊരു കാറിൽ വന്നിറങ്ങുന്ന ഒരു അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ഡോക്ടർ, അങ്ങനത്തെ ഒരു ലെവലിലൊന്നും ഇപ്പോൾ ഒരു നോർമൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് ആ കാലം കഴിഞ്ഞിട്ടുണ്ട്, റൈറ്റ്?
അത് നമുക്ക് വളരെ വിസിബിൾ ആണ്, നമ്മുടെ ഫ്രണ്ട്സും. എന്തുകൊണ്ടായിരിക്കും അത്? ഏതൊരു കാര്യത്തിനും ഏതൊരു സംഭവത്തിനും ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാട്ടിൽ തന്നെ മെഡിക്കൽ സീറ്റുകൾ കൂടി, അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലോ, ആ ഇൻഫ്ലോ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ FMG എഴുതി ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളും അല്ലെങ്കിൽ FMG എഴുതി ക്വാളിഫൈ ചെയ്ത് ഇപ്പോഴും ഇന്റേൺഷിപ്പ് കിട്ടാത്ത കുട്ടികൾ എന്താ ചെയ്യണത്? അവർ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ, കാഷ്വാലിറ്റികളിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന എന്നാൽ കാണാതിരിക്കുന്ന ഒരു സത്യമാണ്. ഇവരെ ചൂഷണം ചെയ്യാണ്. ഇവർക്കൊരു 10,000 20,000 അല്ലെങ്കിൽ അതുപോലും കൊടുക്കാതെ ഇവർക്ക് ഒബ്സർവർഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്യാണ്? ഇവരെ ഏൽപ്പിക്കുകയാണ്. ഇത് പോകുന്ന രോഗിക്ക് അറിയോ ഇയാൾക്ക് ലൈസൻസ്? സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമല്ല ശരിക്കും. പ്രശ്നമാണോന്ന് വെച്ചാൽ പ്രശ്നമാണ്, പക്ഷെ അത്ര ആരോഗ്യപരമായിട്ടുള്ളൊരു ഒരു അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് അവരെ ഇടുന്നത് എന്നുള്ളതാണ്. അത്ര നമ്മൾ വിളിച്ച ഒരു സർജറി ചെയ്യാനൊന്നും എന്ത് ചെയ്യില്ല അവരോട് പറയില്ല, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനം പറയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മേ ബി അവർക്കും പഠിക്കാം എന്നുള്ള ഒരു സതുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതും ഒന്നൊരർത്ഥത്തിൽ അവരെ ചൂഷണം ചെയ്യലാണ്. രണ്ട്, അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിത് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇത് മറ്റു ഡോക്ടർമാരിൽ ഉണ്ടാക്കുന്ന എന്താ, മറ്റൊരു ഫ്രഷറായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇവന് 20,000 രൂപക്ക് അവൈലബിൾ ആണ്, ഓനെ പിന്നെ എന്തിനാണ് ഒരു 50,000 രൂപ 60,000 രൂപ എടുത്ത് ഹയർ ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു മാർക്കറ്റിലൊരു ഇംബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടി രൂക്ഷമാവുള്ളൂ ഗോയിങ് ഫോർവേഡ്. കാരണം അത്രയധികം കുട്ടികൾ പോയിട്ട് ഇനി വരാനുണ്ട് എന്നുള്ളതാണ്. ഇവർ തിരിച്ചു വരുംതോറും ഈ ഒരു പ്രശ്നം രൂക്ഷമാവുകയുള്ളൂ. പിന്നുള്ളത് ഇവർക്കുള്ള PG ഓപ്ഷൻസ് ആണ്. നീറ്റ് PG എന്നുള്ളത് നീറ്റ് UGയേക്കാളും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, കുറച്ച് സീറ്റുകളുടെ എക്സാമാണ്. ഇപ്പം നീറ്റ് UG ഇവിടെ കിട്ടാത്ത ആളുകൾ നീറ്റ് PG കഴിഞ്ഞ് വരിക എന്നുള്ളതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പല ആൾക്കാരും ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളാരും ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ US പോകാനാണ്, UK പോകാനാണ്. ഇവർക്കാർക്കും US-ന്റെയും UK-ന്റെയും സിസ്റ്റത്തിന്റെ ടഫ്നെസ് എന്താണെന്ന് പല ആൾക്കാർക്ക് മനസ്സിലായില്ല. USMLE പ്ലാബ് പോലത്തെ എക്സാംസ് എഴുതി ക്വാളിഫൈ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇവിടുന്ന് നീറ്റ് എക്സാം പോലും എഴുതി ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിന് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര, ഞാൻ ആരെയും കഴിവ് താഴ്ത്തി പറയില്ല, പക്ഷെ പ്രാക്ടിക്കലി ജനറലി സ്പീക്കിംഗ് എന്തല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇപ്പം എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറഞ്ഞു നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്തേണ്ടത് ആവശ്യകതമായിട്ടുള്ള കാര്യമാണ്. ഇനി പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഈ രൂപത്തിലുള്ള നടപടിയെടുക്കും. നിലവിലെ സർക്കാരും പറയുന്നത് ആ രൂപത്തിലുള്ള ഒരു കാര്യമാണ്. നിലവിലുള്ള മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചാലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ വർദ്ധിപ്പിച്ചാലോ ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വീണ്ടും നമുക്കൊരു ഇംബാലൻസിന്റെ പ്രശ്നം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ജോലി ഇല്ലയെന്ന് പരാതി പറയുന്നു. അതിനുള്ള റീസൺ എന്താ? നമുക്ക് അത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ഇത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകളെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ആന്ത്രോപിക് എന്നുള്ളത് ഇപ്പോൾ ക്ലോഡിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള അവർ കഴിഞ്ഞ മാസം ഒരു ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന ആളുകൾ എന്നുള്ളത് ലോ, അതേപോലെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, പിന്നെ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് മാത്തുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒരു AI വേവിൽ എന്ത് ചെയ്യരുത് ഏറ്റവും കൂടുതൽ റീപ്ലേസ് ചെയ്യപ്പെട്ട് പോകാൻ പോകുന്നത്. ഇതൊരു ഫാക്റ്റായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഒന്നായിട്ടുള്ള ഒറാക്കിൾ ഒറ്റ ദിവസം രാവിലെ 6 മണിക്ക് മെയിലയക്കാണ് യു ആർ ഫയർഡ്. 30,000 ആളുകൾക്ക്, അതിൽ 12,000 ആളുകൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ നാട്ടിൽ BTECിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന കോഴ്സ് ഏതാ? BTEC കമ്പ്യൂട്ടർ സയൻസ് ആണ്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇവരുടെ ഫുള്ള് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് എന്താ സംഭവിക്കുന്നത്? ഒറ്റയടിക്ക് ഇല്ലാതാവുകയാണ്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ദീർഘവീക്ഷണമാണ്. ഒരു 5 വർഷത്തിനപ്പുറം എന്താ സംഭവിക്കാൻ പോകുന്നത്, എവിടെയാണ് നമ്മുടെ ജോബ് മാർക്കറ്റ് എത്താൻ പോകുന്നത്, അതിനനുസരിച്ച് വേണം ഏത് കോഴ്സുകളാവട്ടെ നമ്മൾ ആളുകളെ കൂടുതൽ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡെന്റിസ്റ്റിന് നമ്മുടെ നാട്ടിൽ എത്ര സാലറി കിട്ടുന്നുണ്ട്? ഒരു ഫ്രഷർക്ക് 8,000 രൂപ 10,000 രൂപയാണ് 5.5 വർഷം ഡെന്റിസ്ട്രി പഠിച്ച, കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷയൊക്കെ പഠിച്ച് വന്നൊരു കുട്ടിക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? ആൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടാണോ? അല്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഡെന്റൽ കോളേജുകൾ തുടങ്ങി. ആ ഡെന്റിസ്റ്റുകൾ ഫുള്ള് നമ്മുടെ നാട്ടിൽ ക്ലിനിക്സ് ഇടാൻ തുടങ്ങി. കോമ്പറ്റീഷനായപ്പോൾ എന്ത് ചെയ്തു? ആളുകളുടെ സപ്ലൈ കൂടി, അല്ലേ? ആളുകളുടെ സപ്ലൈ കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. ആളുകളെ സംബന്ധിച്ചിടത്തോളം സാലറി കൊടുക്കുന്നത് വളരെ കുറവായിട്ട് മാറി. ഏത് ഫീൽഡിലും നമ്മൾ ഓവർ സപ്ലൈ വന്നാൽ ഇത് സംഭവിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സീറ്റ്സ് കൂട്ടണോ
നമ്മുടെ ഒരു ഡോക്ടർ ടു പേഷ്യൻറ്റ് റേഷ്യോ നോക്കിയിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് കൂടുതൽ കൂട്ടാനുള്ള ഒരു സ്കോപ്പ് ഒന്നും നമുക്കില്ല. നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിലെ ഒരു സാലറി എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് ആസ് ഓഫ് നൗ ഉള്ളത്. ഇത് ഏത് ഫീൽഡിലും ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ, തീരുമാനം എടുക്കാൻ. AI പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ ഫീൽഡിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ഫീൽഡിലും വേണ്ടത്ര ആളുകളാണ് ഉള്ളത്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് നോക്കി ഒരാവശ്യമില്ലാത്ത അത്ര എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ നാട്ടിലുണ്ട്. പ്രോബ്ലി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ആന്ത്രോപ്പിക്കിൻ്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ ഇലക്ട്രീഷ്യൻ, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇവരൊക്കെ നമുക്ക് കൂടുതൽ വേണം. ഇതിന് AI കവറേജ് കുറവാണ്. അതായത് AI ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവുള്ള ഏരിയാസാണ്. കാരണം ഒറാക്കിൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെ പുറത്താക്കി. അവർ ചെയ്യുന്നത് എന്താ, അവർ ഡാറ്റാ സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യാം. ഈ ഡാറ്റാ സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ ആരെ വേണ്ടത്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വേണം, ഒരു ഹാൻഡ്സ് ഓൺ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള. അപ്പോൾ അവർക്കൊരു ബിടെക്കാരനെക്കാളും വേണ്ടത് മേ ബി ഒരു പോളി ഡിപ്ലോമ ഉള്ള ആളെ. ഒരു പക്ഷേ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസ് ഒരു ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്ലോമ ഒരു വൈറ്റ് കോളർ നിന്ന് ബ്ലൂ കോളർക്ക് മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമുക്കുള്ള ആളുകൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ലോകം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾ ഈ ഉസ്ബെക്കിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സിലാവും. താങ്കൾ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്, താങ്കൾ പറയുന്നത് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഈ അടുത്തായിട്ട് ഈ വിദേശ പഠന സ്ഥാപനങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. അവരാണോ താങ്കൾക്കെതിരെയായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന കമൻ്റൊക്കെ വളരെ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലുള്ള കമൻറ്റുകളൊക്കെ വായിച്ചാൽ താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വളരെ മാന്യമായിട്ടുള്ള കാര്യം. 2 വർഷം മുമ്പ് ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ പേരിൽ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കുട്ടികളൊക്കെ ചാടിച്ച് ഞാൻ ജോർജിയയിലോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് വേറൊരാൾക്ക് അയക്കുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. അപ്പം എന്തെന്ന് ആവശ്യം, എനിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് ജോർജിയ ചേർക്കാൻ, ഞാൻ ജോർജിയനെ അതിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വിമർശിച്ചിട്ടും ഞാൻ ഇത് അവിടെ ഇരുന്നിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ത്രട്ടൻ ചെയ്യപ്പെടും. എനിക്ക് ഒരുപാട് ത്രെറ്റ്സ് ഒക്കെ ആ സമയത്ത് കൂടുതൽ വന്നിരുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന്. കാരണം ഇന്ത്യൻ എംബസിക്കെതിരെ സംസാരിച്ചു, നിങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നോർമലി വരുന്ന സംഭവങ്ങളാണ്, അന്നൊക്കെ വന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ കുറേ ലൈറ്റായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോൾ ഏജൻസീസ് സ്വാഭാവികമായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ ഏജൻസികളും മോശക്കാരാണെന്ന് അങ്ങനെയുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. പല ഏജൻസികളെയും പല ഏജന്റുമാരെയും എനിക്ക് തന്നെ അറിയാം. ഞാൻ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്താണ്, അവരോട് സംസാരിച്ചിട്ടാണ്. അവരോട് പല വിയോജിപ്പുകളും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതൊരു പ്യുവർ ബിസിനസ്സാണ്. എന്തെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആളുകളെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. എസ്പെഷ്യലി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ ഇടപെടുന്നത് ആരൊക്കെയാണ്? ആളുകൾ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപോകുന്നുണ്ട്, ആളുകൾ മത നേതാക്കന്മാരെ കണ്ടിട്ട് പോകുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം ഏജൻസികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടപെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണോ നമ്മളൊരു കോഴ്സ്, നമ്മളൊരു കരിയർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ധാർമ്മിക അന്തരീക്ഷം ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, കേരള മെസ് ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ നല്ലതാണ്. ധാർമ്മിക അന്തരീക്ഷം ഉള്ളത് നല്ലതാവട്ടെ, അതേപോലെ നല്ല മെസ്സും നല്ല ഭക്ഷണമൊക്കെ ആളുകൾക്ക്. പക്ഷെ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു എഡ്യൂക്കേഷൻ എന്നതിനപ്പുറം ഇതൊരു ലീഗൽ കോംപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു കൺസേൺ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ നിലനിർത്തുന്നതാണോ നല്ലത് ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ വീണ്ടും പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് ഈ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താ തോന്നുന്നത്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് നമ്മുടെ നാടിന് ഈ ആളുകളൊക്കെ ആവശ്യമില്ല. നമ്മുടെ നാടിന് ഡെഫിനറ്റ്ലി ഈ ആളുകളൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് എന്തുകൊണ്ട് കുട്ടി പുറത്ത് പോകുന്നു എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഡിഗ്രി കോഴ്സസൊക്കെ ഇപ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത് വലിയൊരു ചോദ്യമല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു LDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് കേരളത്തിൽ പഠിച്ച ആളുകൾക്ക് ജോലി ഉറപ്പാണ്. പക്ഷേ അതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുക?
കേരളത്തിൽ പഠിച്ച ആളുകൾക്ക് ജോലി ഉറപ്പാണെന്ന് പറയുമ്പോൾ എന്ത് ജോലി സാധ്യതകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ജോലി സാധ്യതകൾക്ക് അനുസരിച്ചുള്ള സ്കിൽ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്താണ് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പോളിസികൾ നമ്മൾ എടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാനൊരു ഒരു ആശയം, ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു ആശയം ഞാൻ പറയാം. കേരളത്തിൽ എത്ര ആളുകൾ PSC പരീക്ഷയ്ക്ക് പഠിക്കണ്ടോ? ഒരു 20-30 ലക്ഷം ആൾക്കാർ, ഉള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആസ്പയർ ചെയ്യുന്നതാണ് ഒരു PSC എക്സാം ഇന്നും, അല്ലേ? അതിന് എത്ര ആൾക്ക് നമുക്ക് ജോലി എടുക്കാൻ പറ്റും? ഒരു 10-25,000 ആളുകൾ. എനിക്കറിയില്ല മാക്സിമം അത്രയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 50,000 ആൾക്കാർക്കോ, അല്ലെങ്കിൽ മാക്സിമം 1 ലക്ഷം ആൾക്കാർക്കായിരിക്കും നമുക്ക് ജോലി എടുക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? ഒരു PSC. ഈ 30 ലക്ഷം ആൾക്കാർ പഠിക്കുന്നതിൽ 95% ആൾക്കാർക്കും ഈ പഠിക്കുന്ന എന്താ, ഇവർ കുറേ ഹിസ്റ്ററിയും കുറേ ജോഗ്രഫിയും കുറേ ജനറൽ നോളജൊക്കെ പഠിക്കുന്നു. ഇതുവരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും ജോബിന് പോകുമ്പോൾ എന്തെങ്കിലും യൂസ് ആയിട്ട് വരുന്നുണ്ടോ? ഒരു യൂസ് ആയിട്ടും വരുന്നില്ല, അല്ലേ? ഇതുവരെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അട്ടർ വേസ്റ്റ് ആണ്. ഇത് പഠിക്കുന്നത് എന്തോ വേസ്റ്റ് ആണെന്നല്ല പറഞ്ഞു, പക്ഷേ അവരെ ജോലി സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ഇത് അട്ടർ വേസ്റ്റ് ആണ്. ഇത് PSC കിട്ടാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ്. എനിക്കൊരാശയം മുന്നോട്ടൊക്കെ ഉള്ളത്, ഗവൺമെന്റ് ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങുക. ഒരു 1000 ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഒരു AI ഓട്ടോമേഷൻ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകും. അതിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ വേണം. ഒരു ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ, പ്ലസ് നിങ്ങൾ കുറച്ച് AI ടൂൾസ് പഠിച്ചിരിക്കണം. ഒരു 10,000 അല്ലെങ്കിൽ ഒരു 1000 പോസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതായിരിക്കും. ഈ 1000 പോസ്റ്റിന് ഒരു പരീക്ഷ നടത്തി എത്ര ആൾക്കാർ എഴുതും? ഈ പറഞ്ഞ പോലെ ഒരു 20 ലക്ഷം ആൾക്കാർ ആ പരീക്ഷ എഴുതാനുണ്ടാവും. ഈ 20 ലക്ഷം ആൾക്കാർ ഹിസ്റ്ററിയോ അതൊക്കെ പഠിക്കുന്നതിന് പകരം അവർ AI ഓട്ടോമേഷൻ അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഈ പരീക്ഷ തോറ്റ് 1000 ആൾക്കാർക്ക് ജോലി കിട്ടിയാലും ബാക്കി തോറ്റ ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവർക്ക് ജോബ് മാർക്കറ്റിൽ എന്തുണ്ടാവും? വാല്യൂ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് പോളിസി മെഷേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരണം. നമ്മളെ ആൾക്കാർക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഇതാണ് നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യം. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട ആളുകൾ ഇത്ര പൈസയും മുടക്കി ആളുകൾ പുറത്ത് പോകേണ്ട റീസൺ? അവർ ചതിക്കപ്പെടുന്നുണ്ട്, വഞ്ചിക്കപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഹോപ്പ് എന്തില്ല, നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. ഈ ഹോപ്പ് കൊണ്ടുവരാൻ ഒരു ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് പോളിസി മെഷേഴ്സ്, ആ ഹോപ്പ് കൊടുക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി വരണം എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ആ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ആ സ്റ്റാർട്ടപ്സിൽ ഇപ്പോൾ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, പക്ഷേ ആ ജോബ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും നമ്മുടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഒന്ന് സംയോജിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ തന്നെ നമ്മുടെ കുട്ടികളെ ഇവിടെ നമുക്ക് പിടിച്ചു നിർത്താനൊക്കെ പറ്റും. നമ്മൾ നോളജ് എക്കോണമി എന്നുള്ളത് നമ്മൾ കുറേ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നോളജ് എക്കണോമിക്കിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ബാംഗ്ലൂർ പോലെയോ അല്ലെങ്കിൽ മുംബൈ പോലെയോ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് പുറത്തേക്ക് ജോലി നോക്കാത്ത അധികം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കും അല്ലെങ്കിൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കും അല്ലെങ്കിൽ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കും. എന്തുകൊണ്ടായിരിക്കും ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർക്ക് നമ്മുടെ കേരളത്തിൽ അവരെ നിലനിർത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഇൻഡസ്ട്രീസ് നമുക്ക് അത്രത്തോളം മേ ബി ഇല്ലായിരുന്നു. ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊച്ചി പോലത്തെ സ്ഥലങ്ങൾ, ഇവിടെ നമ്മൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് സ്റ്റാർട്ടപ്സും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ടാലന്റിനെ നമ്മൾ ഇവിടെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല സാലറീസ് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ സ്റ്റാർട്ടപ്സിന് അനുകൂലമായിട്ടുള്ള ഇപ്പോൾ ടാക്സസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് സിസ്റ്റം ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും അതിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉണ്ടായി വരേണ്ടതുണ്ട്. പിന്നെ ഇൻ ജനറൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചു, നമ്മൾ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് നിന്ന് പുറത്തുനിന്ന് ഒരാൾ ജോലിക്ക് വരണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഇങ്ങനെ നിന്നാൽ മതിയോ? ഇല്ല. കോഴിക്കോട് ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഞാൻ കോഴിക്കോട് നിവാസിയായിക്കൊണ്ട് ചോദിക്കുകയാണ്. കോഴിക്കോട് ഒരാൾക്ക് വൈകുന്നേരം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്? കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോവാം? ഒന്നുകിൽ ബീച്ച് പോവാം, അവിടെ അത്രയും തിരക്കാണ്. മാനാഞ്ചിറ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് എവിടെയും പോകാം, അല്ലെങ്കിൽ മാൾ പോകാം. ശരിയല്ലേ? എന്നാൽ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ കുറെ കാലം ജീവിച്ച ഒരാളാണ്. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് അതിന് വളരെ യോജിച്ചതാണ്. ബാംഗ്ലൂരിൽ ഒരുപാട് നല്ല പാർക്കുകളുണ്ട്. ഒരാൾക്ക് ഫാമിലി ആയിട്ട് പുറത്തിറങ്ങാൻ ചുറ്റും എന്തുണ്ട്? ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനത്തെ ഇത് ഒരാൾക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ റീലൊക്കേറ്റ് ചെയ്യുമ്പോഴായാലും. പക്ഷെ നമുക്ക് ജോഗ്രഫിക്കലി സ്പീക്കിംഗ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് തൊട്ടടുത്ത എയർപോർട്ട് ഉണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിനെക്കാളും എളുപ്പമാണ് നമുക്ക് ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ട് വരാൻ. നമുക്ക് റെയിൽവേ ഉണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. മേ ബി
ഒരാളവിടെ പിടിച്ചു നിർത്താൻ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. എനിക്കെപ്പോഴും തോന്നാറുള്ളത് നമുക്ക് കുറച്ചും കൂടി പാർക്കുകൾ വേണം, നമുക്ക് കുറച്ചും കൂടി ഹാങ്ങിങ് ഔട്ട് സ്പേസ് വേണം, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ഇടങ്ങൾ വേണം, നല്ല സ്കൂൾസ് വേണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയും ആളുകൾ വരും, ആളുകൾ നിൽക്കും. അപ്പോഴാണ് അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോഴാണ് നമുക്കൊരു ബെറ്റർ എക്കണോമി നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, റൈറ്റ്? ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉള്ള ആളുകൾ വരുമ്പോഴാണ്, ബെറ്റർ തോട്ട് പ്രോസസ് ഉള്ള ആളുകൾ വരുമ്പോഴാണ് നമുക്ക് വലിയ കമ്പനീസ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതോടൊപ്പം നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ആളുകളെ പൂൾ ചെയ്യാവുന്ന നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരണം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോളേജുകളുണ്ട്. അവിടുത്തെ സിലബസുകൾ മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം അപ് ടു ഡേറ്റ് ആണ്, അവിടെ നല്ല ടാലൻറ്റ് പൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ മൾട്ടിറ്റ്യൂഡ് ഓഫ് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും നല്ല സാക്ഷരരായിട്ടുള്ള ആളുകളുള്ള, എഡ്യൂക്കേഷനെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുള്ള, ഒരു ആഗോള തലത്തിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് അതിനനുസരിച്ചുള്ള ഒരു ടാലൻറ്റ് പൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, ഇറ്റ്സ് എ കോംപ്ലക്സ് തിങ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയൊരു സർക്കാർ ഇനി ചിലപ്പം അടുത്ത മാസം വരികയാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അവർ കേട്ട് ഏറ്റവും പുതിയൊരു നാട് നിർമ്മിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. എന്തായാലും ഞങ്ങൾക്ക് തന്ന സമയത്തിന് നന്ദി. താങ്ക് യു.